കോഴിക്കോട് ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ വലതുകൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ തിരിഞ്ഞു നോക്കാതെ ആരോഗ്യവകുപ്പ്. ചികിത്സാ ചെലവടക്കം കണ്ടെത്താൻ സാധിക്കാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കുടുംബം കടന്നുപോകുന്നത്. ശസ്ത്രക്രിയ കഴിഞ്ഞാൽ കൈ തിരിച്ചു വരുമോ എന്ന 9 വയസ്സുകാരിയുടെ ചോദ്യത്തിന് മുന്നിൽ വിതുമ്പുകയാണ് അമ്മ പ്രസീത. ഈ പാലക്കാടുണ്ടായ ഈ കുഞ്ഞിന്റെ ഈ ദുരവസ്ഥ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഈ കൈ മുറിച്ച് മാറ്റേണ്ടി വന്ന അവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ജനം TV ആണ്. നമ്മുടെ പാലക്കാട് റിപ്പോർട്ടർ അരുൺ ആലത്തൂരാണ്. ഈ കുഞ്ഞിന്റെ ദുരവസ്ഥ നമ്മൾ നിരന്തരം വാർത്തയാക്കി. ഇതോടുകൂടിയാണ് ആരോഗ്യവകുപ്പിന് ഈ വിഷയത്തിൽ ഒരു നടപടി എടുക്കേണ്ടി വന്നത്. പക്ഷേ ഡോക്ടർക്കെതിരെ നടപടിയെടുത്ത് അതോടുകൂടി കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചു എന്ന മട്ടാണ് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് രമ്യ ദാസിലേക്ക് പോകാം. രമ്യ, എന്തായാലും ഒരു നടപടിയെടുത്തു, അതുകൊണ്ടെല്ലാം കഴിഞ്ഞു എന്നുള്ള മട്ടാണല്ലേ ഇപ്പോൾ? പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് വന്ന പിഴവിൽ 2 ഡോക്ടർമാർക്കെതിരെയാണ് നടപടി എടുത്തിട്ടുണ്ടായിരുന്നത്. അന്വേഷണ വിധേയമായി അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു സർക്കാരിന്റെ നടപടി. ഇതോടുകൂടി നടപടികളെല്ലാം തീർന്നു എന്നുള്ള അവസ്ഥ തന്നെയാണ്. പക്ഷേ നിലവിൽ ഈ കുടുംബത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരം തന്നെയാണ്. കാരണം 9 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഈ കുട്ടിയുടെ പഠനം, അതുപോലെ തന്നെ തുടർ ജീവിതം, ഇതെല്ലാമാണ് ഈ കുടുംബത്തെ വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം ഈ കുഞ്ഞ് ഈ ഒരു സംഭവത്തിന് ശേഷം തന്നെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കുഞ്ഞ് കൈ മുറിച്ചു മാറ്റിയ സംഭവം അറിയുന്നത്. വേദനയോടുകൂടി തന്നെയാണ് ഈ കുഞ്ഞ് മാതാപിതാക്കളടുത്ത് ചോദിക്കുന്നത്, തന്റെ കൈ മുറിച്ചു മാറ്റിയല്ലേ, താൻ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ള ഈ കുട്ടിയുടെ ആശങ്കകളുണ്ട്. ഇത് വളരെയധികം ദുഃഖിപ്പിക്കുന്നതാണ് ഈ കുടുംബത്തെ. എങ്ങനെയാണ് വളരെ സാമ്പത്തികമായി വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഈ അച്ഛനും അമ്മയും ജോലിക്ക് പോയിട്ടാണ് ഈ കുടുംബം പുലർന്നിരുന്നത്. ഇപ്പോൾ നിലവിൽ ഈ കുട്ടി ആശുപത്രിയിൽ തന്നെ തുടരുന്ന അവസ്ഥയിൽ ഇവർക്ക് 2 പേർക്കും ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. കൂടാതെ തന്നെ ഈ കുട്ടിയുടെ ചികിത്സയും നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ഈ കൈ മുറിച്ച് മാറ്റിയതിനെ തുടർന്നും വീണ്ടും ഈ കുട്ടി ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിരുന്നു. കാരണം പഴുപ്പ് മുകളിലേക്ക് ബാധിക്കാതിരിക്കാൻ തന്നെയാണ് മെഡിക്കൽ കോളേജിൽ വെച്ച് ഇത്തരത്തിൽ രണ്ടാമതും ഒരു ശസ്ത്രക്രിയ നടത്തിയത്. നിലവിൽ ഇപ്പോഴും ഈ കുട്ടി മാസങ്ങളോളം തന്നെ ചികിത്സയിൽ തുടരേണ്ട ആവശ്യമുണ്ട്. കാരണം മുറിവുടങ്ങണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനുശേഷം തന്നെ ഈ കുട്ടി ഇനിയും ദിവസങ്ങളോളം ഈ ചികിത്സയും തുടരേണ്ടതുണ്ട്. അപ്പോൾ ഈ അവസ്ഥയെല്ലാം ഈ കുടുംബത്തെ വളരെയധികം ആശങ്കപ്പെടുത്തി തന്നെയാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികമായി വളരെ താഴ്ന്നു നിൽക്കുന്ന കുടുംബമാണ്. ഈ 2 പേരും, ഈ അച്ഛനും അമ്മയും, കുട്ടിയുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോയിട്ടാണ് ഈ വീട് പുലരുന്നത്. കൂടാതെ തന്നെ ഇവർ വാടക വീട്ടിലാണ് താമസം. അപ്പോൾ നിരവധി ഇതിന് താഴെ മറ്റൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ ഇനിയുള്ള തുടർ ജീവിതം ഈ മാതാപിതാക്കളെ വളരെ ആശങ്കപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി ഈ നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങളിൽ. വളരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബമാണ്. ആ വീടൊക്കെ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് എങ്കിൽ പോലും ടാർപോളിനൊക്കെ വലിച്ചു കെട്ടിയ ഒരു വീടായിരുന്നു. ആ കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷയായിരുന്നു ആ കുഞ്ഞ്. 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ജില്ലാ ആശുപത്രിയുടെ അനാസ്ഥയിൽ, അതായത് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വീണ കുട്ടിയാണ്. ആ കുട്ടിക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന് പകരം പ്ലാസ്റ്റർ ഇട്ട് ആ മുറിവ് ക്ലീൻ ചെയ്യാതെ ഈ കുഞ്ഞിന്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ പറഞ്ഞു വിട്ടു. അങ്ങനെയാണ് ആ കുഞ്ഞിന്റെ കൈ പഴുത്ത് വ്രണമാകുന്നത്. പിന്നീട് ഈ കുഞ്ഞിന്റെ കൈപ്പത്തി മുറിച്ചു മാറ്റേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. ഇതിനൊക്കെ ആരുത്തരം പറയും? എന്തായാലും ഈ 2 ഡോക്ടർമാർക്കെതിരെ ഒരു സസ്പെൻഷൻ എന്നുള്ള ഒരു നടപടി എടുത്തു. അതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ പോക്ക്. ഇപ്പോൾ ആ കുഞ്ഞിന്റെ കുടുംബം, അമ്മ പ്രസീത എന്താണ് പറയുന്നത്? അതിനുശേഷം ആരോഗ്യ വകുപ്പിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ രമ്യ? രാഖി, ഈ കുഞ്ഞിന്റെ അമ്മ പറയുന്നത് ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി, അതുപോലെ തന്നെ മുന്നോട്ട് ജീവിതം തന്നെയാണ് ഇവരെ ആശങ്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവർ നേരിടുന്നത്, ഇതും ഈ കുടുംബത്തിന്റെ ആശങ്ക തന്നെയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഇടപെടലും ആരോഗ്യവകുപ്പിൽ സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് ഈ കുടുംബവും പറയുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ അവിടുന്ന് ഈ പാലക്കാട് ഇവരുടെ സ്ഥലത്തു നിന്നും MLA ഉൾപ്പെടെ വിളിച്ച് സംസാരിച്ചു എന്നതിലപ്പുറത്തേക്ക് യാതൊരു നടപടിയും, ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബം നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം ഈ 2 പേർക്കും, ഈ അമ്മയ്ക്കും അതുപോലെ തന്നെ ഈ അച്ഛനും ഈ കുഞ്ഞിന്റെ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ഇന്നും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഈ പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു സർക്കാരിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത്. DMO ഉൾപ്പെടെ അത്തരത്തിൽ തന്നെയായിരുന്നു പറഞ്ഞത്. ഈ ജില്ലാ ആശുപത്രിക്കോ ഡോക്ടർമാർക്കോ പിഴവ് സംഭവിച്ചിട്ടില്ല. പിന്നീടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഇത്തരത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ മുറിവ് ക്ലീൻ ചെയ്യാതെ ഇൻഫെക്ഷൻ ബാധിച്ചതാണ്. അതായത്
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സെപ്റ്റംബർ 24-ാം തീയതിയാണ് ഇത്തരത്തിൽ ഈ കുഞ്ഞ് ഈ മുറിവോടുകൂടി ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വരുന്നത്. തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് വരുന്നു. ഇതേ തുടർന്ന് അവിടുന്ന് ഈ മുറിവ് ക്ലീൻ ഒന്നും ചെയ്യാതെ പ്ലാസ്റ്റർ മാത്രം ഇട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. കുട്ടിയെ അഡ്മിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. പിന്നീട് അതിനുശേഷം പലതവണ ഈ കുട്ടി കൈവേദനയുണ്ട് അല്ലെങ്കിൽ നീരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജില്ലാ ആശുപത്രിയിലെ സമീപിക്കുമ്പോഴെല്ലാം അത് എല്ല് പൊട്ടിയത് കൊണ്ടാണ് അത്തരത്തിൽ വരും എന്നുള്ള രീതിയിൽ വളരെ ലാഘവത്തോടു കൂടി ആണ് ഇത്തരത്തിൽ ഇവരെ വീട്ടിലേക്ക് വീണ്ടും ഈ ഡോക്ടേഴ്സ് ഉൾപ്പെടെ തിരിച്ചയക്കുന്ന നടപടി ഉണ്ടായതെന്ന് അന്ന് തന്നെ ഈ അമ്മ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ഇവിടെ ജില്ലാ ആശുപത്രിക്ക് കൃത്യമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു അവർ ആരോപിച്ചിരുന്നത്. എന്നാൽ പിന്നീടാണ് നേരത്തെ പറഞ്ഞതുപോലെ DMOയുടെ റിപ്പോർട്ട് അടക്കം പുറത്തു വരുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ നിന്നും ഇത്തരത്തിൽ പിഴവ് സംഭവിച്ചു എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഈ 2 ഡോക്ടർമാർക്കെതിരെ ഒരു സസ്പെൻഷൻ വരുന്നത്. നിലവിൽ ഇപ്പോൾ ഈ സസ്പെൻഷനിൽ മാത്രമായിട്ട് നടപടി ഒതുങ്ങി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റു നടപടികളൊന്നുമില്ല. എന്നാൽ ഈ കുടുംബത്തിന്റെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇവരെ സാമ്പത്തികമായി സർക്കാർ സഹായിക്കേണ്ടതുണ്ട്. എന്നാൽ തീർച്ചയായും ഇതും ഒരു ആരോഗ്യവകുപ്പിന് സംഭവിച്ച ഒരു വീഴ്ചയാണ്. അത്തരത്തിൽ ഈ കുടുംബത്തെ സഹായിക്കേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. സംഭവിച്ച വീഴ്ച എന്ന് പറഞ്ഞ് നമുക്കിതിനെ ചുരുക്കി കാണാനും സാധിക്കില്ല. കാരണം 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. അത് ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു കുഞ്ഞിന്റെ കൈപ്പത്തി നമ്മുടെ നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ ഇരയായ കുഞ്ഞ് മാറുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ ഉടൻ ജോലി കൊടുക്കും, ഇല്ലെങ്കിൽ ധനസഹായം. അതാണ് നമ്മുടെ സർക്കാരിൻ്റെ ഒരു പോക്ക്. അങ്ങനെയുള്ള സർക്കാർ ആയിട്ട് പോലും ഇവിടെ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ആ കുഞ്ഞിനെ ഇപ്പോഴും നമ്മുടെ ആരോഗ്യ വകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതി ആ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. നമ്മുടെ ആരോഗ്യമന്ത്രി ഇത് കാണുന്നുണ്ട് എങ്കിൽ ആ 9 വയസ്സുകാരിയുടെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം നമ്മുടെ ആരോഗ്യ കേരളമാണ് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു സഹായം ആ കുഞ്ഞിന് ഉറപ്പാക്കുക എന്നുള്ളതാണ്. രമ്യാദാസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന് നൽകിയത്.